ഈശോയോട് ഞാനൊരു വാക്ക് പറഞ്ഞു, ഈശോയെ, നിന്നെ കാണാതെ ഞാൻ നിനക്ക് സമർപ്പണം ചെയ്യില്ല. ഏത് പെൺകുട്ടിയാണ് കെട്ടാൻ പോകുന്ന ചെറുക്കനെ കാണാതെ കല്യാണത്തിന് ഒരുങ്ങുന്നതെന്ന്? അതുകൊണ്ട് എനിക്ക് നിന്നെ കാണണം, കണ്ടിട്ടേ ഞാൻ നിത്യസമർപ്പണം ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ വാശി പിടിച്ചുകൊണ്ട് ദിവികാരന് ഞങ്ങളുടെ ധ്യാനം നടക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ധ്യാനത്തിൽ ഈശോയെ ഇവിടെ എഴുന്നള്ളിച്ച് വയ്ക്കുന്ന പോലെ എഴുന്നള്ളിച്ച് വയ്ക്കുന്നുണ്ട്. അപ്പോഴവിടെ സ്വസ്ഥമായിട്ട് നമുക്ക് ശാന്തമായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ 186 സഹോദരിമാരുണ്ടായിരുന്നു ആ ഗ്രൂപ്പിൽ. അപ്പോൾ ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നിന്നെ കാണണമെന്ന്, എന്നിട്ടെന്താ ഇനിയും മിണ്ടാണ്ടിരിക്കണേ എന്ന് ചോദിച്ച് ഞാൻ. അപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, വേറൊരു രൂപമല്ല മക്കളെ, സഹോദരങ്ങളെ എനിക്ക് കാണിച്ചു തന്നത്. ദിവ്യകാരുണ്യം ഒരു വലിയ ഗോളമായിട്ട്, വെള്ള കളറിൽ ഗോളമായിട്ട് മാറി. എന്നിട്ട് എന്നോട് സംസാരിക്കുകയാണ്, നീയല്ലേ എന്നെ കാണണമെന്ന് പറഞ്ഞത്? ഇതാണ് ഞാൻ, നിനക്ക് വേണ്ടിയാണ് ഞാൻ ഈ രൂപമായത്, നിൻ്റെ ഒപ്പം വസിക്കാൻ, നിൻ്റെ ഉള്ളിൽ വസിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ അപ്പമായി തീർന്നതാണ്. ഇപ്പോൾ നിനക്ക് തൃപ്തിയായോ? ഇനി നീ തയ്യാറാണോ എന്ന് ഞാൻ പറഞ്ഞു, യെസ് ലോഡ് എന്ന്. അപ്പോഴാണ് എനിക്ക് ഇന്നും പറയാൻ കഴിയും, നിത്യസമർപ്പണം അടുത്ത ദിവസമായിരുന്നെങ്കിലും ഈശോയുമായിട്ടുള്ള നിത്യസമർപ്പണം അപ്പോൾ തന്നെ ഞാൻ ചെയ്തു കഴിഞ്ഞു. ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല മക്കളെ, ഒരിക്കലും. അവൻ്റെ കരുണ എന്നും എൻ്റെ കൂടെയുണ്ട്. ദിവ്യകാരുണ്യ സാന്നിധ്യം എന്നാൽ ഇന്നും എനിക്കതൊരു അഭിഷേകമാണ്. അവൻ്റെ സന്നിധിയിൽ ആയിരിക്കുക എന്നത് അഭിഷേകമാണ്. അപ്പോൾ ജീവിക്കുന്ന ദൈവമാണോ ഈ ദിവ്യകാരുണ്യ അപ്പത്തിലുള്ളത്? അതെയോ? ജീവനുണ്ട് അവന്? അവൻ സംസാരിക്കുവോ? അവൻ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുവോ? എന്ത് ചോദിച്ചാലും തരുവോ? എൻ്റെ മുറിവ് ഉണക്കുവോ? എൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുവോ? ആ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മളെ മുഴുവനും ഒന്ന് സമർപ്പിക്കാം.